ഗൈസ് എല്ലാവർക്കും വി ടോക്സിനോട് സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കിടിലൻ ചാലഞ്ച് ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, എന്റെ ഒരു കയ്യിലൊരു ബോൾ ഉണ്ട്, കുറച്ച് പേപ്പറിന്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മക്കളെ? വെറൈറ്റി ആയിട്ട് ഒരു മൂവി ഡയലോഗ് ഡബിംഗ് ചാലഞ്ച് ആണ് ഗൈസ്. ഓക്കെ ബോയ്സ് റെഡി ആണോ? അഭിനയിച്ച് തകർക്കാൻ റെഡിയാണോ? സോറി അഭിനയിക്കും ചെയ്യണം. മറ്റേ ക്യാരക്ടർ ഒക്കെ മോഹൻലാൽ ഇങ്ങനെയൊക്കെ ഡയലോഗ് പറയണം ചെയ്യണം. ഓക്കെ നീ അങ്ങനെ ചെയ്യൂലേ? ഞാൻ ചെയ്യൂല ഗൈസ്. ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ച് സിനിമ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷെ വേറെ പ്രത്യേകം ഉണ്ട് കേട്ടോ. നിങ്ങള് കാണാപ്പാടം പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഒരു വട്ടം നിങ്ങൾക്ക് കാണിക്കും. ഒരു ഡയലോഗ് എല്ലാവർക്കും അഭിനയിക്കാനുള്ള അവസരമുണ്ട്. ഓക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എന്താണ് ഫുഡ് ചാലഞ്ച് അല്ലാത്ത ഭയങ്കര വിഷമുണ്ട്. അടുത്ത വീഡിയോ ഞാൻ നിനക്ക് വേണ്ടി അൽഫാം ഓക്കെ കൂടി വഴി ഊട്ടി അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ ഫസ്റ്റത്തെ ഇതിലോട്ട് പോവാം. നമ്മുടെ കൂട്ടത്തിൽ ഐശ്വര്യ ആർക്കാം? എടുത്തോ, ഞാൻ പറ്റില്ല. എടുത്തോട്ടോ. അങ്ങനെ എല്ലാരും ചെയ്യണം. തുറന്നോ കമ്മീഷണർ ഇത് പടത്തെ മറ്റേ നമ്മുടെ സുരേഷ് ഗോപിയുടെ നമുക്ക് ആ ക്ലിപ്പ് കാണാം. ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. അവസാനത്തെ മാത്രം പറഞ്ഞാൽ അത് മാത്രമേ നടക്കുള്ളൂ ഗൈസ്. അപ്പോ നമ്മുടെ വാസ്കോന്റെ ചാൻസ് ആണ് ഫസ്റ്റ്. വാസ്കോ റെഡി അല്ല? ഡബ് ചെയ്തപ്പോ മരിച്ചോ? ഒന്നും നോക്കണ്ട. 1 2 3 സ്റ്റാർട്ട്. എടോ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം അമേദിയും 4 നേരം മിഷ്ടാങ്കം വെട്ടിക്കഴിച്ച് പട്ടിയുടെ കൂടെ തന്നെ പോലെ മറ്റുള്ളവരെ കാലിലടി പോയി കിടക്കുന്ന ആളുകളോ. Just remember that. മോഹൻ തോമസ് കറക്റ്റ് ആണ്. ഗൈസ് ഓക്കെ സോ അപ്പൊ അടുത്ത നമ്മുടെ ചാൻസ് ആണ്. ഓക്കെ 3 2 1. എടോ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദിയും 4 നേരം മൃഷ്ടാകം വെട്ടിവിഴുങ്ങി വാരി കുഴച്ച് ആശ്രത്തിൽ വാരി ചുരുട്ടി വെച്ച് കാലിനടി കിടക്കുന്ന തന്നെ പോലുള്ള ഇയാളെ പോലുള്ളവർക്ക് ഈ പേര് ചേരും. എനിക്ക് ചേരില്ല. ഐ ആം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഞാൻ ഭരത്ചന്ദ്രനെ പറയാൻ വിട്ടുപോയി. അടുത്തത് കൊമ്പനാണ്. 3 2 1. എടോ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കാലിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഡയലോഗ് അടിക്കാൻ പറ്റുമോ സക്കീർ മായിക്ക്? ഇവിടെ എന്തായിരുന്നു? ഇവിടെ എന്തായിരുന്നു? കാടറിയണം. കാടിന്റെ താഴെ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അത് ഭയങ്കര സ്ലോ ആണ്. ക്ലിപ്പ് ഭയങ്കര സ്ലോ ആണ്. ഗൈസ് അപ്പൊ നമ്മുടെ കൂട്ടത്തിലെ നടിയായ കൊമ്പനെ വിളിച്ചിട്ടുണ്ട്. നടിയോ? നടി. 3 2 1. എടോ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം വെട്ടി വിഴുങ്ങി ആസനത്തില് അല്ല വാലും ചുരുട്ടി വെച്ച ആസനത്തില് ഇവനെ പോലുള്ള എന്നെ പോലുള്ള അല്ല അങ്ങനെയല്ല ഐ ആം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ ഗൈസ് അപ്പൊ ഇനെന്തായാലും നമ്മുടെ കള്ളനാണ്. 3 2 1. എടോ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴിച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിവിഴുങ്ങി ആസനത്തിൽ വാരി ചുരുട്ടി വെച്ചാൽ നിന്നേക്ക് തന്നെയും ഇവർക്ക് ആ പേര് ചേരത്തുള്ളൂ. എനിക്ക് ചേരത്തില്ല. ചേരത്തില്ല. അത് ശരിയായിരുന്നു. പകുതി ശരിയായിരുന്നു. 75 ഐ ആം ഭരത് ചന്ദ്രൻ എന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞില്ല. ഏറ്റവും കൂടുതൽ നന്നായി ഡബ് ചെയ്താരാ? ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും രണ്ടാമത്തെ റൗണ്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ഏക്കെയാണ് ഗൈസ് എടുക്കാൻ പോകുന്നത്. കൈ മുറിക്കല്ലേ? തുറന്നു നോക്കൂ സഹോദര. പ്രജ ഗൈസ്. ഓക്കെ പ്രജ മൂവിയിലെ ഡയലോഗ് അല്ലേ ഗൈസ്? ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ക്ലിപ്പ് കാണാം. റെഡി അല്ലേ? ഓക്കെ പ്രജ മൂവിയിലെ ഡയലോഗ് ആണേ.
എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സക്കീർ ഭായി. നിങ്ങൾക്ക് എന്താ പറ്റുമോ? കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? കൂടെ നിൽക്കുന്നവന്റെ കുതികാല് കൊത്താൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായി. ബട്ട് ഐ ക്യാൻ. കൂട്ടിക്കൊടുക്കാം, കുതികാല് വെട്ടാം, എന്തും. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമന്. ഓ അത് മതി സെറ്റ്. ഗൈസ് ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് AK ടോക്കാണ് ഡബ് ചെയ്ത് തകർക്കാൻ വേണ്ടി പോകുന്നത്. 3, 2, 1. എന്നെ പോലെയുള്ള നീചന്മാരോട് പൊരുത്തേക്കാൻ പറ്റില്ല സക്കീർ ഭായി. നിങ്ങൾക്ക് എന്താ പറ്റുമോ? കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? കൂടെ നിൽക്കുന്നവൻ്റെ കുതികാല് വെട്ടാൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായി. ബട്ട് ഐ ക്യാൻ. കൂട്ടിക്കൊടുക്കാം, കുതികാല് വെട്ടാം, എന്തും. ഈ സൂര്യന് താഴെയുള്ള എന്ത് നെറുകേടുമാകും ബലരാമന്. അവന് പോലും വിശ്വാസം വരുന്നില്ല. എന്നെ പോലുള്ള നീചന്മാർക്ക് കൂട്ടിക്കൊടുക്കാൻ പറ്റും. എന്നെ പോലുള്ള നീചന്മാർക്ക് പറ്റുമോ സക്കീർ ഭായിക്ക്? പറ്റുമോ? കൂട്ടി കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ആ വേണ്ട. ഓക്കെ. കൂടെ നിൽക്കുന്നതിന്റെ കുതികാല് വെട്ടാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? അതില്ലല്ലേ? ഓക്കെ. ബട്ട് ഐ ക്യാൻ. അവിടെ ഐ ക്യാൻ. കുതികാല് വെട്ടാം, കൂട്ടിക്കൊടുക്കാം, മിസ്റ്റേക്ക് എന്തും. ഈ സൂര്യന് താഴെ എനിക്ക് പറ്റും. അതെ അതെ അതെ. സൂര്യനാഴെ ചന്ദ്രൻ. ബട്ട് ഐ ക്യാൻ ജസ്റ്റ് പ്രപഞ്ചത്തിൽ എടാ ബട്ട് ഐ ക്യാൻ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ബട്ട് ഐ ക്യാൻ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എന്നെ പോലുള്ള നീചന്മാരോടും പുട്ടി വെക്കാൻ പറ്റുമോ സക്കീർ? പറ്റുമോ? കൂട്ടി കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? കുതികാല് വെട്ടാൻ പറ്റുമോ? കൂടെ നിൽക്കുന്നവരെ കുതികാല് വെട്ടാൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായി. വാട്ടായിക്കാൻ കൂട്ടി കൊടുക്കാം, കുതികാല് വെട്ടാം, എന്തും. ഈ ഭൂമി സൂര്യ താഴെ നടക്കുന്ന എന്തും എനിക്ക് ചെയ്യാൻ പറ്റും. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതിക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? എന്താ പറ്റുമോ? കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? കുതികാല് വെട്ടാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ബട്ടായിക്കാൻ കൂടെ എന്തും. ഈ സൂര്യൻ നീയൊക്കെ എന്നെ ഫ്ലോ കളഞ്ഞടാ. സൗണ്ട് എന്നെ പോലുള്ള നീചന്മാരുടെ മുട്ടി നിൽക്കാൻ പറ്റും സക്കീർ ഭായിക്ക്? പറ്റുമോ? പക്ഷേ എനിക്ക് പറ്റും. കൊതികാല് വെട്ടി കൊതികാല് വെട്ടാ, കൂട്ടിക്കൊടുക്കാം, സൂര്യന് താഴെയുള്ള എന്തും എനിക്ക് പറ്റും. ഞാനാണ് ബലരാമൻ. നീ എന്താ ചിരിക്കുന്ന? നീ ചിരിക്കുന്ന നീ കഴിഞ്ഞ റോഡിൽ തകർത്ത്. അപ്പൊ നമുക്ക് എന്തായാലും മൂന്നാമത്തെ റൗണ്ടിൽ എടുക്കാം. ഓക്കെ, ഞാൻ തന്നെ എടുക്കുവാണ്. തുടക്കത്തിൽ ഞാൻ തന്നെ വേണമെന്നാണ് എല്ലാരും പറയുന്നത്. ദേവാസുരം. എന്തായാലും നമുക്ക് ക്ലിപ്പ് നോക്കാം. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. വാടാ. ശേഖരന്റെ എച്ചു കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറ. മുമ്പ് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. ഇനിയും വേഷം കെട്ടെടുത്താ അറിഞ്ഞോണ്ട് ഞാൻ അബദ്ധം ചെയ്യും. കൊള്ളാം. നല്ല സാധനം. ഫസ്റ്റത്തെ ഡയലോഗ് കേട്ടിട്ടുണ്ട്. അയ്യോ അതുണ്ടല്ലേ, അത് പറഞ്ഞു. എന്റെ ഭീഷണി എന്ന് വെച്ചാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ പോലെ സ്ഥലം മാറ്റി കളയുന്നതായിരിക്കില്ല, കൊന്നു കളയലാണ് കേട്ടോ. ആ അതെന്തേന്നു? അതവിടെ ചോദിച്ചാൽ മതി, എവിടെ ചോദിച്ചാൽ മതി. ഓക്കെ വാടാ. ഇതെന്തേന്ന്? ശേഖരനോ എന്തെന്ന്? ശേഖരൻ എച്ചില്ല, എന്തിലും എച്ചിലായിക്കോട്ടെ, അത് നോക്കിയിട്ട് നിൽക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ പോകണം. ഓക്കെ ശരി. ഓക്കെ കൊടുക്കുന്നുണ്ട്.
ഓക്കെ അത് ആ കൊമ്പനെ പറഞ്ഞോട് നിന്നോട് ഞാനാണ് പറഞ്ഞത്. തുടങ്ങിക്കോ ആദ്യത്തെ ഡയലോഗ് പറ. 3, 2, 1. ശേഖരനാണ് ശേഖരന്റെ എച്ചിലേക്കുന്ന ഗൈസ് അപ്പൊ ഇനി കൊമ്പനാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത കൊമ്പനാണ്. അപ്പൊ ഇനി കൊമ്പൻ ഫുൾ ആയിട്ട് നേരെ പറയുന്നതായിരിക്കും. അതെ അതെ കൊമ്പൻ കാണിച്ചു തരും. ഓക്കെ 3, 2, 1. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ കണ്ട ഊച്ചൽ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ സ്ഥലം മാറ്റി കളയുന്നല്ല, കൊന്നുകളയും. മനസ്സിലായില്ലേ? അറിയില്ലേ ഇവിടെ ചോദിച്ചാൽ മതി. വാടാ, ശേഖരന്റെ എച്ചിൽ വെക്കുന്ന ഏതെങ്കിലും തെണ്ടികളുണ്ടെങ്കിൽ വാടാ. പണ്ട് ഒരു കയ്യബദ്ധം പറ്റി വെറുതെ വിട്ടതാ, ഇനി അറിഞ്ഞോണ്ട് കയ്യബദ്ധം ചെയ്യും. അപ്പുറത്ത് കായലിൽ നിറച്ച് മീനുകളുണ്ട്. അബദ്ധം ചെയ്യുന്നതാണ്. എന്റെ മോളെ പിറന്നാള് വിളിക്കാൻ വന്നതാ. അറിഞ്ഞോണ്ട് കയ്യബദ്ധം ചെയ്യും. 3, 2, 1. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ കണ്ട് ഊച്ചാളി രാഷ്ട്രീയ സ്ഥലമാറ്റി കളയൊന്നൊന്നുമല്ല. ഒന്നുളഞ്ഞാൽ മടിക്കില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചാൽ പാടാ. ശേഖരന്റെ എച്ചിലിരുന്ന ഏതെങ്കിലും പട്ടികളുണ്ടെങ്കിൽ കേട്ടോ, കഴിഞ്ഞതിൽ എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ, ഇനി ഞാൻ ആവർത്തിക്കില്ല കേട്ടോ. ഇതാരും ജനാർദ്ദനോ? പക്ഷെ ഡയലോഗ് ഫുള്ള് ഇനി നമ്മുടെ വാസ്കോ ആണ് അടുത്തത് തകർക്കാൻ വേണ്ടി പോകുന്നത്. വാസ്കോ 3, 2, 1. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ സാധാരണക്കാല ആര് ആളെ മാറ്റി കളയില്ല, കൊന്നു കളയും. അവിടെ ചോദിച്ചാൽ മതിയായിരിക്കും. എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി. ഇതിലും ബെറ്റർ ആണ് എന്റെ പറയുന്നത്. ഓക്കെ 3, 2, 1. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റി കളയുന്നൊന്നായിരിക്കില്ല, കൊന്നു കളയും ഞാൻ. മടിക്കില്ല കേട്ടോ. പുതിയ ആളായോണ്ട് ഇവിടെ ചോദിച്ചാൽ മതി. വാടാ. ശേഖരന്റെ എച്ചിൽ വെക്കുന്ന എല്ലാ പട്ടികളും കേൾക്കാനായിട്ട് പറയാ, മുമ്പ് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ, ഇനിയും വേഷം കെട്ടെടുത്താ അറിഞ്ഞുകൊണ്ട് ഞാൻ അബദ്ധം ചെയ്യും. കലാകാരൻ തന്നെ. നീ സിനിമയിലൊക്കെ അഭിനയിക്കണ്ടോ? അഭിനയിക്കാതെ വിളിക്കണം. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നലെ രണ്ടാമത്തെ റൗണ്ടില് ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി അഭിനയിച്ചത്? ശരി, ഡബ് ചെയ്തത് മൂന്നാമത്തെ റൗണ്ട്. സോറി, മൂന്നാമത്തെ റൗണ്ടിൽ ആരാ? ഞാൻ വാസ്കോ ഫാന. അടിപൊളിയായിട്ട് ഇതാക്കിയത്. ഓക്കെ ഗൈസ്, ഓക്കെ അപ്പൊ നമ്മുടെ അടുത്ത റൗണ്ടില് ഗൈസ് അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് കൊമ്പനാണ്. സോ കൊമ്പ് എടുത്തോ. നരസിംഹം. ആ സൂപ്പർ. നരസിംഹത്തിൽ ഏതാ ഡയലോഗ്? കാണിച്ചു തരും. ഓക്കെ പ്ലേ ചെയ്ത് നോക്കട്ടെ ഗൈസ്. നമുക്ക് ക്ലിപ്പ് നോക്കാം. നിർത്താം ഏരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകലെന്റെ നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ണാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഒരു മൂന്നോളം ഇട്ട പ്ലേ ചെയ്തത് ഒരു കൊമ്പ പൊളിക്ക്. കൊമ്പ തുടങ്ങിക്കോ. പഞ്ചാബ് അഖിൽമാരാ എരപ്പാളികളെ, അല്ല നിർത്തറ എരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളില്ല നിന്നെ ഒന്നും. തലസ്ഥാനത്ത് കൊറേ ജ്ഞാപന്മാര് ശ്രമിച്ചതാ,
മാരാറ് നോട്ട് അയ്യോ ശ്ശേ. തൂക്കം തൂക്കിട്ട് വിറ്റാ മാരാർക്ക് തന്റെ തല തന്നെ ഇരിക്കും. ആ അതെ അതെ താഴെ പോയിരിക്കും. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടാൻ നോക്കില്ല മക്കളെ. അമ്മോ. എന്താണ് കഴിഞ്ഞ വട്ടം ചിരിച്ചതാ. കളറടിയല്ല എരപ്പാളികളെ തുപ്പല എടാ നിന്റെയൊക്കെ രോമത്തിന് കൊള്ളേന എന്റെ അങ്ങ് തലസ്ഥാനത്തും ഡൽഹിയിലും ഒരുപാട് ഗ്രാപ്പന്മാര് ശ്രമിച്ചതാ. രാജസ്ഥാൻ തുലാഭാരം നടത്തിയാലും മാരായിരിക്കുന്ന തട്ട് താഴെ തന്നെ ഇരിക്കും. മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് മണലേറ്റേക്കല്ലേ. ഇനി നമ്മുടെ അഭിനയ കുലപതി നെക്സ്റ്റ് തളപതി. അടുത്ത തളപതി എന്ന് അറിയപ്പെടുന്ന വാസ്കോ ഇളയ തളപതി. അത് വലിയ തളപതിയാ. ഏരപ്പാളികളെ നിർത്തറ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയ എന്റെ രോമത്തിന് കൊള്ളത്തില്ലടാ. നന്ദഗോപാലന്മാരിക്കുന്നു. അവർക്ക് ഒരുപാട് ക്ലാപ്പന്മാർ ശ്രമിച്ചതാ. നാഷണൽ ബാങ്കില് റിസർവ് ബാങ്ക് അതൊക്കെ കൊണ്ട് തൂക്കിട്ട ഞാൻ തന്നെ ഇരിക്കും. മണല് വാരി ഇതല്ല. പുഴയെന്ന് മണല് ഗൈസ് അപ്പോ കൊള്ളായിരുന്നു വീഡിയോ. ഇനി നമ്മുടെ ഒക്കെയാണ് ഗൈസ്. ഓക്കെ അതോടെ തന്നെ നമ്മുടെ ചാനൽ അവസാനിക്കുന്നതാണ്. ഓക്കെ സോ നമ്മൾ തീരുമാനിക്കാം. ഓക്കെ ഗൈസ് അപ്പൊ നിർത്തള എരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയ രോമത്തിന് കൊള്ളുകയല്ലേ. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ഗ്രാപ്പന്മാർ ശ്രമിച്ചതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന തട്ടുണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തുകൊണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് ആണ് തന്നെ ഇരിക്കും. മകളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണലേറ്റി വിടലേ. കലാകാരൻ ഇവനെ കാണാത്ത പടങ്ങളില്ലല്ലോ. ഓക്കെ നിർത്തണം ഏർപ്പാളികളെ. നിന്റെയൊക്കെ രോമം കൊള്ളുകയല്ലേ. എന്തോ ആണ്. ഓക്കെ നന്ദഗോപാലന്മാരാർക്ക് വിലയിടാൻ വരല്ലേ. അങ്ങ് ദില്ലിയിലും തലസ്ഥാനത്തും. പിന്നെ എവിടെയാണ് റിസർവ് ബാങ്ക് എവിടെയായിരുന്നു? നാസിക് റിസർവ് ബാങ്കിൽ നോട്ടടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, കമ്മട്ടം. പക്ഷെ മെഷീനല്ല മറ്റേ സാധനം. അതെടുത്ത് തുലാഭാരത്തിൽ വെച്ചാലും മാരാരെ ഇരിക്കുന്ന തട്ട് തന്നെ ഇരിക്കും. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഓൾറെഡി മണലുണ്ട്. അപ്പൊ എടാ ഈ റൗണ്ടിൽ ആരാണ് നന്നായിട്ട്? വാസ്കോ നമുക്ക് എന്തായാലും നമ്മുടെ അവസാനത്തെ റൗണ്ടിലോട്ട് പോകാം. അപ്പൊ ഗൈസ് ഇപ്രാവശ്യം നമ്മുടെ കള്ളനാണ് സെലക്ട് ചെയ്യുന്നത്. ടേക്ക് ദ സംഭവം ആൻഡ് ടെൽ ദ പേര്. എന്താ? അന്യനാ? ഓ ഗൈസ് അന്യനിലെ ഏത് മറ്റേ ഡയലോഗാ? ഏത് റോമിയോയാ? റോമിയോ ആയിട്ട് മറ്റേ ഗൈസ് ഓക്കെ അപ്പോ ഫസ്റ്റ് കള്ളനാണ്. കള്ളൻ റെഡി അല്ലേ? ഓക്കെ 3, 2, 1. உனக்கு தைரியம் இருந்தா குண்டா சொல்றா அதாச்சு கொலையோ பண்ணதே தாத்தா அப்பா வெளிவரா എന്നെ കൊല്ലല് മലയാളമൊക്കെ പറയണ കൂടെ അത് തമിഴിലാണോ? அடுத்தது
കളിയാക്കി ഒന്നുകൂടെ കളിയാക്കി ഒന്നുകൂടെ അല്ല 3, 2, 1, go. സാർ എനിക്ക് ധൈര്യം എന്താ அந்த 5 கொலையும் நான் தான் பண்ணேன் என்ன வெளியே விடு சார் அம்பி வெளியே விடுறா ഇനി അടുത്തത് നമ്മുടെ ഒക്കെയാണ്. ഓക്കെ உனக்கு தைரியம் இருந்தா என்ன சொல்றது என்ன சொல்றா தைரியமா சத்தியம் தான் அந்த 5 கொலையும் நான் தப்பு பண்ணலே பண்ணதே நான் தான் வெளியே போகணுமா அப்படியே வெளியே போகணும்டா ഇത് ഇവനെയാണ് നമ്മൾ ഇത്ര നേരം കളിയാക്കിയത്. ഇനി കുറച്ച് കൂടുതൽ കളിയാക്കാം. കൊള്ളാം, സീരിയസിന് കൊള്ളാം. 3, 2, 1 സ്റ്റാർട്ട്. സാർ ഉണക്ക് ധൈര്യം இருந்தாൽ ഞാനൊന്നും ചെയ്തില്ല സാർ. എന്ത് കൊല ഇത് 5 കൊലയും ഞാൻ തന്നെ അറിയില്ല സാർ. അയ്യോ അറിയില്ല, അതൊന്നും അറിയില്ല. തമിഴ് നെഹിയാത്തിയെ അതേ ഡബിങ് അയ്യോ ഉനക്ക് ധൈര്യം இருந்தா சுட்டுறா 5 கொலையும் நான் எனக்கு தெரியல, நான் தான் டிராப் பண்றேன். ஐயே ഈ റൗണ്ടിൽ ആരും നന്നായിട്ട് ഡബ് ചെയ്തെന്നുള്ളത് എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഇതുപോലെ കിടിലൻ ചാലഞ്ച് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരെ ടാറ്റാ.